Good morning, sir. Yes, Sujita. Good afternoon, sir. Yes, Adira. Good afternoon, Sujita. Good afternoon. Yes, Karamichelo. Yes, sir. Okay, Lahin. Arana prayer. Yes. Any thought of the day? Yes. A little effort today leads to big wins tomorrow. ഇന്ന് ചെറുതായി ശ്രമിച്ചാൽ നാളെ വലിയ വിജയങ്ങൾ ലഭിക്കും. Thank you, Yes. sir. Very good, very good, very good. Yes. ചെറുതായിട്ടൊന്ന് ശ്രമിക്കുക. ഓക്കെ ലാഹിൻ. അപ്പൊ ഇപ്പൊ ഈ പഠിക്കുന്നതിനൊക്കെ ഭാവിയിൽ വിജയം ഉണ്ടാവും. ഓക്കെ. യെസ്. സൈനിങ് ഓൺ. യെസ്. അപ്പോ ആരംഭിക്കട്ടെ ലാഹിൻ. Yes, sir. ഓക്കെ. ഓക്കെ സുജിത. ഓക്കെ ആതിര. ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ യു നോ ദാറ്റ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ 3 ടെൻസുകളുടെ പാസീവ് വോയിസിനെ കുറിച്ച് അത് നമ്മൾ എല്ലാ ടെൻസുകളുടെ സ്ട്രക്ചർ പറഞ്ഞു. പിന്നെ ഓരോ ടെൻസും എടുത്തിട്ട് അതിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ 3 ടെൻസുകളുടെ പാസീവ് വോയിസിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഏതൊക്കെയാണ് അത് 3? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഓബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഓബ്ജക്റ്റ് എഴുതി, വാസ് അല്ലെങ്കിൽ വെർബ് എഴുതി, പിന്നെ വെർബ് എഴുതി, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതി, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതി, പിന്നെ ബി, പിന്നെ വെർബ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ 3ാമത്തെ ഫോം ഉപയോഗിച്ചു. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. 3 ടെൻസിന്റെ സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും സിമ്പിൾ ഫ്യൂച്ചറിന്റെയും പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോ ഇനി നമുക്ക് അടുത്തേക്ക് കടക്കാം. അടുത്ത ഒരു സെന്റൻസ് ഞാനിവിടെ എഴുതിക്കുന്നു. ഷീ ഈസ് drinking, DRINKH, drinking tea, TEAT. She is drinking tea. ഞാനൊരു വാചകം കൂടെ എഴുതിയിട്ടുണ്ട്. She is drinking tea. അമീഷ സുൽത്താന. അമീഷ, സിയ, ലാഹൻ. Yes, sir. ഓക്കെ. അപ്പൊ ഞാനൊരു വാചകം എഴുതിയല്ലോ. ഷീ ഈസ് ഡ്രിങ്കിങ് ടീ എന്നുള്ളത്. ഇത് ഏത് ടെൻസിൽ വരുമെന്നുള്ളത് പറയാൻ പറ്റും?
സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിന്റെ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. സബ്ജക്റ്റ്, ബില്ല് അല്ലെങ്കിൽ ഷാല്. അപ്പൊ ബില്ല് ഷാലും ഇതിനകത്തില്ലല്ലോ. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചറിൽ വരില്ല. പ്രസന്റ് കണ്ടിന്യൂസ്. ശരി. അപ്പൊ ഇത് പ്രസന്റ് വരും. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ ലാഹിന് രണ്ടാമത് അത് ING ഫോം ഉണ്ടാവുമ്പോ അറിയും. പിന്നെ ഇസുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ING ഫോം പാസ്റ്റ് കണ്ടിന്യൂസിനും വരും കേട്ടോ, ഫ്യൂച്ചർ കണ്ടിന്യൂസിനും. അപ്പൊ ING മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അതിന്റെ കൂടെയുള്ള മറ്റു കാര്യങ്ങളും നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ്, പിന്നെ ING. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ്, പിന്നെ ING. അപ്പൊ ഇവിടെ നോക്കിയേ, സബ്ജക്റ്റ് ഷീ ആണ്. ഈസ് ആം ആറ്, ഇതിൽ ഈസ് ഉണ്ട്. വെർബ് ഡ്രിങ്ക് ആണ്, അതിന്റെ കൂടെ ING ഉണ്ട്, ഡ്രിങ്കിങ്. അപ്പൊ ഷീ ഈസ് ഡ്രിങ്കിങ്. കറക്റ്റ് ആണ്. ഷീ ഈസ് ഡ്രിങ്കിങ് ടീ. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതും. ഇതിന് നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോമൺ ആയിട്ടുള്ള മാറ്റങ്ങളില്ലേ. ദേ എന്നുള്ളത് ദമ്മാവും, ബി എന്നുള്ളത് അസാവും, ഐ എന്നുള്ളത് മീ ആവും എന്നൊക്കെ പറഞ്ഞത്, അതൊക്കെ അതുപോലെയൊക്കെ തന്നെ, വ്യത്യാസമില്ല. ടെൻസിൽ വരുന്ന മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഇതിന്റെ പാസീവ് വോയിസ് നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണം, ഓബ്ജക്റ്റ്. ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് എഴുതി. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ ടെക്നിക്ക് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതിന് മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരത്തെയാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചു. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഒന്നുകിൽ ഈസ് എഴുതണം, അല്ലെങ്കിൽ ആം എഴുതണം, അല്ലെങ്കിൽ ആർ എഴുതണം. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വേടിയുണ്ട്, BEING, ബീയിങ്. ഇതും കൂടി ചേർക്കും, ബീയിങ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. അപ്പൊ ഒന്നുകൂടി പറയാം. ഓബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് ബീയിങ്, BEING, ബീയിങ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് ബീയിങ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വാചകം നമുക്ക് നോക്കാം. ഷീ ഈസ് ഡ്രിങ്കിങ് ടീ. അപ്പൊ എന്ത് വരും? എന്ത് കഴിക്കുന്നു? ചായ കുടിക്കുന്നു. ടീ ആദ്യം വരും, ഒബ്ജക്റ്റിന് ടീ. ടീ കഴിഞ്ഞാൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, ടീയുടെ കൂടെ എന്ത് വരും? ഈസ് വരും, ടീ ഈസ്. പിന്നെ ബീയിങ് ചേർക്കുക, ബീയിങ്. പിന്നെ ഡ്രിങ്കിങ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്കർ, DRUNK, ഡ്രങ്ക്. അപ്പൊ ഇതിന്റെ ആൻസർ ടീ ഈസ് ബീയിങ് ഡ്രങ്ക് ബൈ ഹർ. ടീ ഈസ് ബീയിങ് ഡ്രങ്ക് ബൈ ഹർ. പിടികിട്ടിയോ? പിടികിട്ടിയോ? എളുപ്പമല്ലേ? യെസ്. ഡ്രങ്ക് ബൈ ഹർ. ഷീ എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോ ഹെയർ ആവും. അവിടെ ഹീ ആണെങ്കിൽ ഹിം ആവും, ദേ ആണെങ്കിൽ ദം ആവും. നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലേ, അതൊക്കെ സെയിം ആണ്, ഇതിന്റെ വ്യത്യാസം. യെസ്. അപ്പൊ ഓബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ ബീയിങ്, പിന്നെ വെർബ്, ആ വെർബിന്റെ ഫസ്റ്റ് പാർട്സ്. ഓക്കെ, ഞാൻ രണ്ട് വാചകങ്ങൾ പറയാം, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. He is boiling, BOILING, boiling the water. He is boiling the water. Someone is
someone is teaching them, TEACHING, teaching them at present, at PRESENT, present. Someone is teaching them at present. Or no, they are eating, eating fruits, 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 now, NOW. They are eating fruits now. Yes, very good. Sir, ഞാനിപ്പോ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. എന്താ പറഞ്ഞു കേട്ടില്ല. Yes. ഇത് നമ്മൾ പാസീവ് വോയിസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. പാസീവ് വോയിസ്. അപ്പൊ അതിന്റെ അത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ആ സ്ട്രക്ചർ ഒന്ന് എഴുതിട്ടോ. ഒബ്ജക്റ്റ് പ്ലസ് ഈശ്വര ഗ്രാമില്ലെങ്കിൽ ആറ് പ്ലസ് being, BEING, being plus verb be. ബ്രാക്കറ്റിൽ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ സ്ട്രക്ചറിലാണ് എഴുതേണ്ടത്. അതിന് എക്സാമ്പിൾസ് തന്നതാണോ സർ? അല്ല, ചെയ്യാൻ തന്നാണ്. ഈ സെന്റൻസുകൾ പാസീവ് വോയിസോട് മാത്രം. ഒന്നുകൂടെ പറയാവോ? പറയാലോ. ഞാനേ രാഹുൽ സെന്റൻസ് ഒന്ന് വായിച്ച് അങ്ങോട്ട്. ഞാനത് മനസ്സിന്റെ അടുത്ത് പറഞ്ഞതാണ്. He is boiling the water. Second one. He is boiling the water. അവൻ വെള്ളം ചൂടാക്കുകയാണ്. Yes. Someone is teaching there at present. Teaching them. Someone is teaching them at present. ആരോ ഇപ്പൊ അവരെ പഠിപ്പിക്കും. Is teaching there at present. There ഇല്ല, them, them. Okay. Them. Okay. പിന്നെ they are eating fruits now. They are eating fruits now. Okay. കഴിയുമ്പോ പറയണേ. Finish, sir. Very good, very good, very good. ഒരാളെ കഴിഞ്ഞു. അടുത്തത് ഷോണിമ കഴിഞ്ഞു.
Yes. വായിക്കട്ടെ? സുജിത ആദ്യത്തെ വായിച്ചോളൂ. ചോദ്യം വായിക്കുക, ആൻസർ വായിക്കുക. First question, he is boiling water. The water is being boiled by him. Okay, the water is being boiled by him. അങ്ങനെ എഴുതാത്തവർ അങ്ങനെ ആക്കുക, സംശയമുള്ളവര് ചോദിക്കുക. ആൻസി രാജേഷ്, രജീഷ്, രാജൻ. സുധി, ഷോണിമ. Yes, sir. വായിച്ചോളൂ. Someone is teaching them at present. They are being taught at present. Yes, correct. They are, very good, being taught, T-A-U-G, taught at present by someone എന്ന് എഴുതിയാലും കുഴപ്പമില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അക്സ ജോയ്. ഈ ദമ്മിനെ നമ്മള് ദേ ആക്കിയില്ലേ ഫസ്റ്റിലേക്ക് എടുക്കുമ്പോ? ഫസ്റ്റ് കൊണ്ടുള്ള അവിടെ അസ് ആയിരുന്നെങ്കിൽ ബി ആക്കണം, മീ ആയിരുന്നെങ്കിൽ ഐ ആക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ദേ ആർ എന്ന് വന്നു അല്ലെ? അതായത് ശബന ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് ഒബ്ജക്റ്റ്. someone is teaching them, ആരോ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ആരെ പഠിപ്പിക്കുന്നുണ്ട്? അവരെ. അപ്പൊ അവരെ എന്ന് പറഞ്ഞപ്പോ അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഫസ്റ്റ് വന്നത് സാർ ആ സെക്കൻഡിന്റെ ഒന്നുകൂടെ ആൻസർ പറയാവോ? ആൻസർ they are being taught, T-A-U-G-H, past participle ആണ്, taught at present by someone. ആ ബൈ ഒഴികെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. they are being taught at present. ഒരാളുടെ വായിച്ചോളൂ അക്സ. They are eating fruits and fruit is being eaten by them. ഒന്നുകൂടി ശ്രദ്ധിക്കുക. they are eating fruits now. അത്ര ഉണ്ടായില്ലേ? ഫ്രൂട്ട്സ് എന്ന് വരെയല്ല പറഞ്ഞുള്ളൂ. now ഉണ്ടായില്ലേ? നവും കൂടി ഉണ്ടായിരുന്നു. now കൂടി ഉണ്ടായിരുന്നു. fruits now, NOW, now. അപ്പൊ now കൂടി അവിടെ ചേർക്കാം സർ. fruits now is being eaten by them. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റും. ഒന്നുകൂടി സാവകാശം പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. fruits now is ഫ്രൂട്ട്സിന്റെയും നൗവിന്റെയും ഇടയിലുള്ള ഒരു വേർഡ് പോയിട്ടുണ്ട്. ഈസ് ആണോ? നോക്കിയേ, അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. ഫ്രൂട്ട്സ് എന്നല്ല പറഞ്ഞത്, ഫ്രൂട്ട് എന്നാണെങ്കിൽ ഈസ് വരുള്ളൂ, ഒരെണ്ണുള്ളൂ. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴോ മോർ ദാൻ വൺ അല്ലേ? അപ്പൊ ഫ്രൂട്ട്സ് ആർ ഈറ്റൻ. അത് അത്ര എഴുതുക, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഉള്ള ചേർത്താൽ മതി. പിന്നെ അതിനകത്ത് ബാലൻസ് നിൽക്കുന്ന ഒരു നൗ അല്ലേ, ആ നൗ പിന്നെ ചേർക്കുക. അപ്പൊ ഇത് വരും ഫ്രൂട്ട്സ് ആർ being eaten now. Being eaten now by them. Yes, അടുത്തേക്ക്. she is cleaning, CLEANING, cleaning the room, ROOM, room now. Further, he is
he is making, M-A-K-I-N-G, making paper, P-A-P-R, paper, boats, B-O-A-T-S, boats, now, N-O-W. He is making paper boats now. അടുത്തത് they are singing, S-I-N-G, singing the song, S-O-N-G. They are singing the song. Okay, എഴുതിക്കോളൂ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് പറയാം സർ. She is cleaning the room now. എന്നോട് പറയും. Okay, Sia. Okay, Rajesh. Okay, Suchita. Ankita, ആദ്യത്തെ വായിക്കും. Ankita, first one വായിക്കും. Yes, sir. She is cleaning the room now. Yes. The room is being cleaned by her now. Now, very good, very good. ആ now എന്നുള്ളത് വേണമെങ്കിൽ ബൈക്ക് മുന്നേ ചേർക്കാം കേട്ടോ. അങ്ങനെയും ചേർക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. എങ്ങനെ സർ? ഞാൻ പറയുന്ന പോലെയും പറയാം. The room is being cleaned now by she അല്ല പറഞ്ഞേ. Her, by her. Yes, sir. By her. Okay. Samira. Okay, sir. വായിച്ചോളൂ. He is making paper boats now. Paper boats are being made now by him. കറക്റ്റ് ശരിയാണ്, പക്ഷെ മേക്കിഡ് മാത്രം ചെറിയ മിസ്റ്റേക്ക് വരും. Made. Made ആണല്ലേ? അവിടെ മാത്രം ചെറിയ മിസ്റ്റേക്ക് വരും, ബാക്കി എല്ലാം കറക്റ്റ് ആണ്. അതും കൂടെ കറക്റ്റ് ആയ A+ ആണ്. ഓക്കെ. ചെയ്യാൻ പറ്റും നോക്കി. മേക്കിഡ് വന്നപ്പോ അവിടെ ചെറിയൊരു കല്ല് കടിച്ചു. Paper boats are being made now by him. പക്ഷേ മേക്കിഡ് അല്ല, made. Yes, okay. Paper boats are being made now by him. Nisam Rashid. Yes, Sabana Sadiq. Yes, sir. വായിക്കൂ, ചോദ്യം വായിക്കുക, ആൻസർ വായിക്കും.
They are singing the song. ആ The song are being sung by them. ഒരു Okay. കുഞ്ഞി കഷ്ടക്കല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. The song. പറയട്ടെ, ഞാൻ സബലൊക്കെ തിരുത്താൻ പറ്റുന്ന തിരുത്തിക്കോ. ആ എന്ന് പറഞ്ഞാൽ എഴുതിയേക്കാം. അവിടെ വന്നപ്പോ ചെറിയ മിസ്റ്റേക്ക്. The song is being sung by them. Sung. നേരെ മറിച്ച സോങ് എന്നുള്ളതിന് പകരം സോങ്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. സോങ് എന്ന് പറഞ്ഞപ്പോ ഒരു പാട്ടുള്ളൂ. യെസ്, ഓക്കെ ഇപ്പൊ ഡീറ്റെയിലോ. അപ്പൊ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. ഓക്കെ സുജിത, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം? അപ്പൊ ഇത് നമുക്ക് ആദ്യം അറിയേണ്ടത് ഒരു സെന്റൻസ് കാണുമ്പോൾ അത് ഏത് ടെൻസിലാണ് എഴുതിയേക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയെങ്കിലേ ബാക്കി എന്ത് കാര്യം നമുക്ക് വർക്കൗട്ട് ആവും. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കണം. യെസ്, അപ്പൊ ഇപ്പൊ അത് വിടണം, പ്രസന്റ് കണ്ടിന്യൂസ് വിടണം. സ്ട്രക്ചർ ഒന്ന് പറയാമോ സർ? നമ്മൾ എല്ലാം എഴുതില്ല. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റൻസ്. അപ്പൊ നമ്മളൊരു 12 എഴുതി ഓർക്കുന്നുണ്ട്. അവിടെ കിടക്കുക, ആ കിടക്കുന്നതാണ് സ്ട്രക്ചർ. ഞാൻ അതല്ല സർ, ഷീക്ക് ഹർ ദം അത് പറഞ്ഞില്ല ലാസ്റ്റ് ക്ലാസ് നമ്മൾ കേട്ടി. അതാണ് പറയുക, അത് പറയാം. അതായത് ഹി എന്നാണെങ്കിൽ ഹിം ആയിട്ട് മാറും. ഹി ഹിം ആയിട്ട് മാറും ചെയ്യും. യെസ്, ഷീ ആണെങ്കിൽ ഹെയർ ആയിട്ട് മാറും. ഐ ആണെങ്കിൽ മീ ആയിട്ട് മാറും. വി ആണെങ്കിൽ അസ് എന്ന് മാറും. അസ്. ദേ എന്നാണെങ്കിൽ ദം എന്ന് മാറും. സാറേ, സിംഗിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? സിംഗ് എന്നുള്ളത് പറയാം. ദേ എന്നാണെങ്കിൽ ദം എന്ന് മാറും. യു എന്നാണെങ്കിൽ ഒരു മാറ്റമില്ല, യു തന്നെ വരും. യെസ്, രാഹൻ സിംഗ് പാടുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് SANG. സാൻ പാടി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ SUNG ആണ്. SUNG സൺ. സിംഗ്, സാൻ, സൺ. നമ്മൾ ഡ്രിങ്ക് പറയില്ലേ, ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് എന്ന് പറയില്ലേ, അത് തന്നെ. യെസ്, അപ്പൊ ഞാൻ അടുത്ത ടെൻസിലോട്ട് പോവേണേ. യെസ്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഷീ ഈസ് ഡ്രിങ്കിങ് ടീ എന്ന് പറഞ്ഞു. അതിന് പകരം ഞാനിവിടെ ഷീ വാസ് ഡ്രിങ്കിങ് ടീ എന്ന് പറയുന്നത്. ഷീ വാസ് ഡ്രിങ്കിങ് ടീ. യെസ്, നൂറിഷ. യെസ്, then ഉണ്ണിമേരി. യെസ്, മിന്നു വിഷ്ണുപ്രിയ. ഓക്കെ. ഇവിടെ ഞാനൊരു വാചകം എഴുതിയിട്ടുണ്ട് മിന്നു. ആ വാചകം ഇതാണ്, ഷീ വാസ് ഡ്രിങ്കിങ് ടീ. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ടെൻസില് ഏത് വരുമെന്ന് പറയാമോ? സാർ, ഞാൻ ഇപ്പോഴാണ് ക്ലാസ്സിന് കയറിയത്. പറയാൻ പറ്റുമോ? പാസ്റ്റ് കണ്ടിന്യൂസ്. കറക്റ്റ് ആയിരിക്കും, കറക്റ്റ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നമ്മളെ വെർബ് സിസ്റ്റം പഠിച്ചപ്പോ അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എഴുതി വെച്ചിട്ടുണ്ട്. സബ്ജക്ട് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ പ്ലസ് വെർബ് പ്ലസ് ING ഇത് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ സബ്ജക്ട് ഷീ ഉണ്ട്, വാസ് അല്ലെങ്കിൽ വേറെ വാസ് ഉണ്ട്, ഡ്രിങ്ക് എന്ന് പറഞ്ഞ വെർബ് ഉണ്ട്, അതിന്റെ കൂടെ ING ഉണ്ട്, ഡ്രിങ്കിങ്. അപ്പൊ തന്നിരിക്കുന്ന വാചകം ഏതാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നേരത്തെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എഴുതിയതിന്റെ രീതിയിൽ ചെറിയൊരു വ്യത്യാസം, ചെറിയൊരു ചേഞ്ചസ് വരും. ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് നമുക്കറിയാം, ആരെ അല്ലെങ്കിൽ എന്തെന്ന് ചോദ്യത്തിന്റെ ആൻസർ ഓബ്ജക്റ്റ് ആയിട്ട് കിട്ടി. ഓബ്ജക്റ്റിന് ശേഷം ഒന്നുകിൽ വാസ് ചേർക്കുക അല്ലെങ്കിൽ വേറെ ചേർക്കുക. നേരത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ആയപ്പോൾ നമ്മൾ നോക്കിയത് ഒന്നുകിൽ ഈസ്
അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാണ്. ഇവിടെ വരുമ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേർ. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ്, BEING, ബീയിങ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. പാസീവ് വോയിസ് ഓഫ് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു. ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ എഴുതുന്നു. പിന്നെ ബീയിങ് എന്ന് ചേർത്ത് നോക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? വെർബ് എഴുതുന്നു. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്കിവിടെ നോക്കാം. The tea was she was drinking tea. അവൾ ചായ കുടിക്കുകയായിരുന്നു. എന്ത് കുടിക്കുകയായിരുന്നു? അപ്പോൾ ചായ. ചായ എന്നുള്ള ഒബ്ജക്റ്റിന്റെ ടീ. ടീയുടെ കൂടെ വാസ് വരുള്ളൂ. ടീ, ചായ ഒരുമിച്ചിട്ട് പറയുന്നത്. He was being drink എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ drunk, DRUNK, by her. അപ്പൊ ഇതൊരു ഫുൾ ആയിട്ട് പറയുമ്പോൾ he is being drunk, tea was being drunk by her. സിമ്പിൾ അല്ലേ? പിടികിട്ടിയില്ലേ? നേരത്തെ പറഞ്ഞ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിന് പകരം വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കണം. യെസ്, എഴുതിക്കോ. somebody was calling, CALLING, calling me. Somebody was calling me. Yes. She was teaching them, TEACHING, teaching them. She was teaching them when it rained, RAINED, rained. When it rained. Yes. അടുത്തത് I was typing a letter. I was typing a letter. Yes, എഴുതിക്കോ. Okay, Sunita. Okay, Rajisha. Okay, Sia. Yes. ആരംഭിക്കാം മുതലാളി. അമിഷ.
അമീഷയില്ല സിയ. Yes, sir. വായിച്ചോളൂ ആദ്യത്തെ. Somebody was calling me. ഉം. I was being called by somebody. Very good. I Yes, was sir. being called CALLED by somebody. ലാഹിർ Yes, sir. വായിച്ചോളൂ. They were being taught when it rained by her. Very good. Correct ആണ്. Yeah. They were being taught, TAUGHT, taught when it rained by her. And see, സർ ബൈ ഹെർ എന്നുള്ളത് ടോട്ട് കഴിഞ്ഞിട്ട് തെറ്റാണോ? by her എന്നുള്ളത് ദേ വർ ബീയിങ് ടോട്ട് ബൈ ഹെർ വെൻ ഇറ്റ് റെയിൻഡ് എന്ന് പറഞ്ഞ തെറ്റാണോ? എന്നല്ല, നമുക്ക് ഇല്ലാതെ രണ്ട് ഒരു പ്രത്യേകത എന്ന് വെച്ചാല് പാസീവ് വോയിസിൽ ഒരാൾ ആരാണോ ആക്ഷൻ ചെയ്യുന്നത് അയാൾ ഡൂവർ എന്ന് പറയും. ഡൂവർ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഡൂവറിന് പ്രശസ്തിയില്ല. അയാൾ ചെയ്ത ആക്ഷനാണ് പ്രാധാന്യം. ആക്റ്റീവ് വോയിസിൽ ആക്ഷൻ അല്ല, അയാൾ ചെയ്തിട്ടുള്ള അയാൾ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കാൻ പ്രാധാന്യം. അപ്പൊ ഈ ബൈ എന്നുള്ളത് നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബൈ എന്നുള്ളത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാണ് ഇതിന് പറയാൻ കാരണം. ഒമിറ്റ് ദ ഏജന്റ് എന്നാണ് ഇതിന് പറയാൻ. ഒമിറ്റ് ദ ഏജന്റ്. അപ്പൊ ആ ബൈ ഒഴികെയുള്ളത് എഴുതിയില്ലെങ്കിലും കറക്റ്റ് ആണ്. യെസ്. സർ അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെ? They were being taught by when it rained. They were being taught when it rained. അത്രയും മതി. When it rained. ഓക്കെ. ഈ മൂന്നാമത്തെ അപ്പൊ രജിഷയാണ് ഇപ്പൊ വായിച്ചേ. സർ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ. ശ്രുതി വായിച്ചോളൂ. ഷോണിമ. Yes, sir. I was typing a letter. A letter was being typed by me. Very good. A letter was being typed by me. There were singing, SINGING, singing a Malayalam song. They were singing a Malayalam song. அடுத்தது. He was eating, EATING, eating food, FOOD. He was eating food. മൂന്നാമത്തത്. She was drawing, DRAWING, drawing a picture, PICTURE, picture. Drawing a picture. Okay, എഴുതിക്കോളൂ. Very good. Chinju. സാർ എന്റെ പേര് സുജിത എന്നാണ്. എന്തോ?
എന്റെ പേര് സുജിത എന്നാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഒരു ചിഞ്ചു എടുപ്പുണ്ടല്ലോ. അത് വീട്ടിൽ വിളിക്കുന്ന പേര് മെയിൽ ഉണ്ടാക്കിയപ്പോ അങ്ങനെ ചേർക്കുന്നേ ഉള്ളൂ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കുഴപ്പമൊന്നുമില്ല. നോ പ്രോബ്ലം. യെസ്. അപ്പോ സമീറ വായിച്ചോളൂ. They were singing a Malayalam song. They were singing a Malayalam song. Okay. A Malayalam song was being sung by them. Very good. A Malayalam song was being sung by them. Yes. He was eating food. Okay. എല്ലാവരും കൂടി പറയില്ല. അടുത്ത കൊടുക്കട്ടെ. ശബന. 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 Yes, ma'am. അത് Yes, sir. അത് കുഴപ്പമൊന്നുമില്ല. നോ പ്രോബ്ലം. You continue. He was eating food. Yeah. Food was being eaten by him. Okay. Very good. Very good. Food was being eaten by him. Sujita, പറഞ്ഞോളൂ. She was drawing a picture. A picture was being drawn by her. Okay. A picture was being drawn. Drew, drawn. Yes. Very good. അപ്പോ ഇപ്പൊ നമ്മള് 3-5 ടെൻസിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ വെറുതെ ചോദിക്കുന്നതാണ്, ആർക്കെങ്കിലും സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ എന്നുള്ളതിനെ പറയാൻ പറ്റും? ആ 9 എണ്ണം പറയാൻ പറ്റും മനസ്സിലെടുത്ത്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ്. സിമ്പിൾ present subject plus verb in present tense. Simple past subject plus verb in past tense. Simple future subject will അല്ലെങ്കിൽ shall verb in present tense. Present continuous subject plus is regulating verb plus ing. Past continuous subject plus was അല്ലെങ്കിൽ were verb plus ing. Future continuous subject plus will അല്ലെങ്കിൽ shall be plus verb plus ing. Present perfect subject plus has അല്ലെങ്കിൽ have verb in past participle. Past perfect subject plus had plus verb in past participle. Future perfect subject plus will അല്ലെങ്കിൽ shall have in verb in past participle. आपको പറയാൻ പറ്റും. ഓക്കെ പോട്ടെ, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ ഈ പറഞ്ഞ 5 പാസീവ് വോയിസോട്ടാകുമ്പോ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് ബി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ബീയിങ് പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ ബീയിങ് പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെ അത് പറയാൻ പറ്റും. അതിന്റെയൊക്കെ സ്ട്രക്ചർ പറയാനാണോ പറയുന്നത്? ശ്രമിക്കാമോ സുജിത? പ്രസന്റ് സിമ്പിൾ. പ്രസന്റ് സിമ്പിൾ എന്ന് പറയും. അത് നമ്മൾ പാസീവ് വോയിസിലേക്ക് എഴുതുമ്പോ എങ്ങനെയാവുന്നു എന്നാണ് സാർ പറയുന്നത്. ശരി. പ്രസന്റ് സിമ്പിൾ പാസീവ് വോയിസിലേക്ക് ആകുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് സാമാർ പ്ലസ് past participle of the verb. Very good. That's a simple past ആണെങ്കിലോ? Simple past object plus was or were plus past participle. Very good. Simple future ആണെങ്കിലോ? Simple future object plus will or shall plus be. പിന്നെ be കഴിഞ്ഞിട്ട് plus past participle. Very good, very good, very good. Correct. Present continuous ആണെങ്കിലോ? Continuous same objective plus is am are plus being plus past participle. Very good, very good. Past continuous ആണെങ്കിലോ? Objective plus was or were plus being plus past participle. Very good, very good. Okay, okay, very good, very good. Okay, okay. ഇതേപോലെ പറയാനായിട്ട് പറ്റണം സ്ട്രക്ചർ. Okay.
ഞാൻ സിമ്പിൾ അത് പറയാം സർ. ഓക്കെ, ഏതാണ് സിമ്പിൾ പ്രസന്റ്? 9th വൺ പിന്നെ ഞാൻ ക്ലാസ് എടുത്തിട്ടാ സർ, 8th വരെ ഉണ്ടല്ലോ. സിമ്പിൾ പ്രസന്റ് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് പ്രസന്റ് ടെൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ടെൻസ് ആണ് പറയുന്നത്. നെക്സ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ വേണം സർ? വേണ്ട, ഞാൻ പറയാം. സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് വെർബ് അതിന്റെ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷെൽ പ്ലസ് വെർബ് അതിന്റെ പ്രസന്റ്. പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ. സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് അതിന്റെ ഒന്നിച്ചിട്ട് ഇങ്ക്, വെർബിന് ഒന്നിച്ചിട്ട് ഇങ്ക് ചേർത്തിട്ട് വരും. പാസ്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേര് പ്ലസ് വെർബ് ing കൂടെ ഉണ്ടാവും. പ്ലസ് ing. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷെൽ പ്ലസ് ബി പ്ലസ് വി വെർബ് അതിന്റെ ഒന്നിച്ചിട്ട് ing വരും. ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി അതിന്റെ ഒന്നിച്ചിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പൽ PP വരും. വെരി ഗുഡ്, വെരി ഗുഡ്. Then past perfect subject plus had plus verb അതിന്റെ past participle വരും. വെരി ഗുഡ്, വെരി ഗുഡ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. 9th വൺ ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് സർ, അതൊന്ന് പറയാമോ സർ? സബ്ജക്ട് പ്ലസ് വില്ലല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, പിന്നെ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. സബ്ജക്ട് പ്ലസ് വില്ലല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, പിന്നെ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് സർ? ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ നമ്മള് ഈ ടെൻസുകളുടെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി. ഇതേ ടെൻസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ മാറ്റണം എന്നുള്ളത് നമ്മൾ നോക്കി. അടുത്ത വാചകം ഇതാണ്, എഴുതിക്കോളൂ. ഷീ ഹാസ് taken the books. She has taken the books. Okay. അടുത്ത വാചകം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. She has taken the books. അപ്പോ അക്സ യെസ്, അക്സയില്ല. സിയ, Yes, sir. ഇവിടെ ഞാൻ വാചകം എഴുതിയിട്ടുണ്ട്. ഷീ ഹാസ് ടേക്കൻ ദ ബുക്ക്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ടെൻസ് ഫോമിൽ ഏത് ടെൻസിന്റെ കീഴിൽ വരുമെന്ന് പറയാം? ഷീ ഹാസ് ടേക്കൻ ദ ബുക്സ് എന്ന് പറയുന്ന സെന്റൻസ് ഇപ്പോ എനിക്കെന്ന് പറഞ്ഞ ആ 9 ടെൻസിൽ ഒരെണ്ണത്തിൽ കൂടുതൽ വരും. ആലോചിച്ചോളൂ. പാസില്ലേ? സർ ഒരു മിനിറ്റ്. സിയ പാസില്ലേ? Yes, sir. പാസ് ചെയ്യാൻ സിയക്ക് ഭയങ്കര വിഷമമാണ്. പറഞ്ഞോളൂ. Past perfect. പറയൂ. Past perfect ആണോ? Present perfect. Present perfect. പ്രസന്റ് പെർഫെക്റ്റ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് അല്ല, പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ നേരത്തെ പറഞ്ഞാല് അൻകിത പറഞ്ഞിരുന്നു പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇവിടെ നോക്കി, സബ്ജക്റ്റ് ഷീ, ഹാസ് അല്ലെങ്കിൽ ഹാവില് ഹാസ് ഉണ്ട്. ടേക്ക് എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ടേക്കൻ. ടേക്ക്, ടുക്ക്, ടേക്കൻ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ നമുക്ക് പറയാം the given sentence is past present perfect. ഈ തന്നിരിക്കുന്ന വാചകം എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെ
തന്നിരിക്കുന്ന വാചകം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് നമുക്ക് നേരത്തെ അറിയാം. അപ്പൊ ഓബ്ജക്റ്റ് പ്ലസ് ഓബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് എഴുതണം അല്ലെങ്കിൽ ഹാവ് എഴുതണം. ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഹാസ് ഓർ ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ വേർഡ് നമ്മൾ പഠിക്കുകയാണ്. വേറെ ബി, ബി ഇ ഇ എൻ, ബീൻ. ബീൻ അല്ലട്ട, ബീൻ, ബി ഇ ഇ എൻ, ബി, ബീൻ ചേർത്ത്. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതണം. യെസ്. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇവിടെ നോക്കാം. ഷീ ഹാസ് ടേക്കൻ ദ ബുക്സ്. നമുക്കിവിടെ ആൻസർ കിട്ടി, അല്ല ഓബ്ജക്റ്റ് കിട്ടി, ദ ബുക്സ്, ഒബ്ജക്റ്റ് കിട്ടി. ബുക്ക് ആണെങ്കിൽ ഹാസ് എന്ന് പറഞ്ഞാൽ മതി. ബുക്സ് എന്ന് പറയുമ്പോൾ എന്തായി, മോർ ദാൻ വൺ. അപ്പൊ എന്ത് പറയണം, ഹാസ് അല്ല വേണ്ടത്, ഹാവ് വേണം. ദ ബുക്സ് ഹാവ്, ഓക്കെ ആൻസി, ബീൻ, ബീൻ ആൻസി ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ദ ബുക്സ് ഹാവ് ബീൻ, അത്രയും വരെ. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുന്നത് മൂന്നാമത്തെ ഫോമാണ്. കാരണം ഹാസ് കഴിഞ്ഞാലോ ഹാവ് കഴിഞ്ഞാലോ വെർബിന്റെ മൂന്നാമത്തെ ഫോമ വരുള്ളൂ, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളേ വരുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ വേറൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. അത് തന്നെ എഴുതിയാൽ മതി. കറക്റ്റ് ആണ്. ടേക്ക്, ടുക്ക്, ടേക്ക് എന്നല്ലേ. അപ്പോ ദ ബുക്സ് ഹാവ് ബീൻ ടേക്കൻ by her. The books have been taken by her. Simple അല്ലേ? പിടികിട്ടിയില്ലേ? ഓക്കെ ഓക്കെ. എനിക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. They have mistaken me. They have mistaken me. അടുത്തത്, you have done, D-O-N-E, done. എന്താണ് സർ? You have done homework. നിങ്ങളൊരു പാട്ട് കേൾക്കുന്നുണ്ട് അപ്പൊ? കേൾക്കുന്നുണ്ടോ? നാളെ MT6ന്റെയും MT7ന്റെയും ഇതാണ് കോൺവൊക്കേഷനാണ്. അപ്പൊ അതിന്റെ അകത്ത് അവതരിപ്പിക്കാനായിട്ട് നമ്മൾ ടീച്ചർമാർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇനി എന്നാണ് MT10 ഒക്കെ വന്നെ? നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ തന്നെ എല്ലാരും കൂടി ഗ്രൂപ്പിലിട്ട് ഷെയർ ചെയ്തിട്ട് ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് വരാം, കലാപരമായിട്ടൊക്കെ വരാം. എന്നിട്ട് ഇവിടെ വന്ന് അങ്ങോട്ട് തലവെക്കാം. ഇപ്പൊ അവരവിടെ ഡാൻസ് പ്രാക്ടീസിന്റെ ഒച്ചയാണ് കേൾക്കുന്നത് നമ്മളോട്. യെസ്. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും കാറ്റ്, ആ പാട്ടാണ്. യെസ്. അതായിരിക്കും. He has ordered, O-R-D-E-R-E-D, ordered cakes, C-A-K-E-S, cakes. He has ordered cakes. Very good. ഇതിന്റെ പാസീവ് വോയിസ് ആണോ?
Passive. Okay, Sia, can you? Okay. Okay, why just Sia? Okay, sir. They have mistaken me. I have been mistaken by them. Yes. I have been mistaken by them. അടുത്ത ചെയ്തേതാണ് by you. Lahan, വായിച്ചോളൂ. You have done homework. Homework has been done by you. Very good. Homework has been done by you. Yes. Sujita. He has ordered cakes. Cakes have been ordered by him. Cakes have been ordered by him. This is a very good answer. Very good. Sir, first I has been ആണല്ലേ വരിക? അല്ലല്ല, ഐയുടെ കൂടെ ഹാവ് വരുള്ളൂ. ഐ ഹാവ്. ഐയുടെ കൂടെ ഹാസ് വരില്ല, ഹാവ് വരുള്ളൂ. ഐ ഹാവ് ബീൻ ഇടാം. Okay. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ by them. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആരുടെ ഡൗട്ട്? he has ordered cakes എന്നല്ലേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? അല്ല, കേക്ക്സ് അല്ലേ? കേക്ക് എന്നാണെങ്കിൽ ഹാസ് വരുള്ളൂ. കേക്ക്സ് എന്നാവുമ്പോ എന്താ വരും? ഞാൻ കേസ് നാ വിചാരിച്ചേ. അങ്ങനെ തന്നെ എഴുതിയേക്കണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് കറക്റ്റ് ആണ്. ഞാൻ CAKES കേസ് ആണെങ്കിൽ കേസ് ഈസ് വരും. അപ്പൊ അവിടെ കിട്ടിയല്ലോ. സോ ഇനി അതിനകത്ത് അവശേഷിക്കുന്ന ഒരു ടെൻസ് പാസീവ് വോയിസും കൂടി ഉണ്ട്. അതും കൂടി എടുത്തിട്ട് നമ്മൾ അടുത്തിലോട്ട് നമുക്ക് പ്രവേശിക്കാം. സോ ഇന്നത്തെ പ്രകടനം നിങ്ങളുടെ മെച്ചമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് we will meet in the next class. Okay, bye. Thank you, sir. Okay. Thank you, sir.